ഇന്നത്തെ എൻ്റെ പണികളെല്ലാം ഏകദേശം എല്ലാം സെറ്റായി തീർന്നപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടിട്ട്. അപ്പോൾ രാവിലത്തെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ചേട്ടായിക്ക് പോകണമായിരുന്നുകൊണ്ട് പണികളെല്ലാം കഴിഞ്ഞു. കുഞ്ഞിനുള്ള കറിയാണ്, അത് ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ്. അവക്കായതുകൊണ്ട് ഇച്ചിരി ഉണ്ടാക്കും കേട്ടോന്നേ. പിന്നെ ദേ കിഴങ്ങറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇടിയപ്പമാണിത്. ഇടിയപ്പം. അപ്പം ചോറ് വെച്ചു, വെള്ളം തിളച്ചു. ഇനി എനിക്ക് ഇച്ചിരി കൂർക്ക കറി വെക്കാനുണ്ട്. പിന്നെ അതേ പാത്രം കഴുകാനുണ്ട്. പാത്രമൊക്കെ ആദ്യം ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് കൂർക്ക ഞാൻ ചിരണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ കൂർക്ക അരിയണം. ഇന്നിപ്പോൾ ഫുള്ള് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, ഫുള്ള് ഞാൻ പറഞ്ഞുകൊണ്ടേ ചെയ്യുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്ന് അങ്ങനെ ടി വിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും കാണിക്കുകയില്ല. അതല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതായിരുന്നു കേട്ടോ, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ യൂട്യൂബുകാർ തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞു ഗൈസ്. അതെന്നാന്ന് ചോദിച്ചാൽ അമ്പലത്തിൽ പോകുന്നൊരു വീഡിയോ ആയിരുന്നു. അത് ഞാൻ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പം അതിനകത്ത് കുഞ്ഞിൻ്റെ ബനീൻ ഇട്ടിട്ടില്ലായിരുന്നു, കുഞ്ഞ് നിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവർ റെസ്ട്രിക്റ്റ് ചെയ്തു. അത് ഞാൻ അപ്ലോഡ് ചെയ്താണ് ലിസ്റ്റഡ് ആക്കി ഇട്ടപ്പോൾ തന്നെ അവരത് റിമൂവ് ചെയ്ത് കളഞ്ഞു. വെറുതെ അത്ര MB പോയി. 1 GB ഏകദേശം അടുത്തുള്ള ഒരു വീഡിയോ ആയിരുന്നത്, അതങ്ങനെ പോയി. അപ്പം ഞാൻ പാത്രം കഴുകട്ടെ കേട്ടോ. ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നത് ഡിലീറ്റ് ആക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തു അത് അടിയിലോട്ട് ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തു അത് കളയലായിരിക്കും ഓർത്തു. വെറുതെ എത്ര MB പോയി. ഞാൻ കഴിച്ച പാത്രവും ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രമൊക്കെയാണ് കേട്ടോ. ഈ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ അത് കൂർക്ക അരിയാനുണ്ട്. ഞാൻ കൂർക്ക അരിയാൻ വേണ്ടിയിട്ട് പോവാണ്. കൂർക്കയും കൂടെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കറി വെക്കണം. കറി വെച്ചിട്ട് ഇനിയിപ്പോൾ പപ്പടം കൂടെ വറുക്കണം കുഞ്ഞിന് വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും പണി തീർന്നു കേട്ടോ. പിന്നെ നമുക്ക് അടിച്ച് വാരിയിട്ട് മുറ്റം അടിക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ അത്യാവശ്യം നല്ല മഴ പെയ്തു കേട്ടോന്നേ. മഴയൊക്കെ പെയ്ത് കിടക്കുന്ന മുറ്റമാണ്. അപ്പോൾ നമുക്ക് കൂർക്ക അരിയാം. മറ്റേ നമ്മുടെ അച്ഛൻ്റെ അമ്മ സിനിമയ്ക്കകത്ത് ശോഭനയുടെ പുതിയ പോലെ, പക്ഷെ ശോഭന പോട്ടെ, ശോഭന എന്നൊക്കെയാണ് പറയുന്നത്. ഉർവശിക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമല്ലേ ആ സിനിമയിൽ, അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ ഇത് കൂട്ട് ബീഫ് വെക്കുന്ന പോലെ, ബീഫ് ഒലത്തൂലേ അതുപോലെ കറി വെക്കണം. അതുപോലെ കറി വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഒക്കെ സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കറിയും കൂടെ വെച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തൂത്തിടണം. കറി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഞാൻ തീയിൽ വെച്ചിട്ടുണ്ട്. കറിയുടെ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കും ഭയങ്കര എരിവാണ്, പക്ഷേ എരിവൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുളക് പൊടിയുടെയാണ്, ഈസ്റ്റേൺ മുളക് പൊടിയുടെയാണ്. അപ്പം ഞാനിവിടേക്ക് ഒന്ന് തൂക്കട്ടെ. അപ്പോൾ എല്ലാം കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി സിങ്കും കൂടി ഒന്ന് കഴുകിയിട്ട് എനിക്കിവിടെ ഒന്ന് അടിക്കണം. എന്നിട്ട് നമുക്ക് മുറ്റം അടിക്കാനുണ്ട്.
അങ്ങ് സെറ്റായി വരുന്നുണ്ട്. നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഉണ്ടോ. ഇനിയിപ്പോൾ ഞാൻ തുണി അലക്കണം, മുറ്റ പഠിക്കണം, തുണി അലക്കണം. ഓക്കെ, നിർത്താൻ പോവാം. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി ഇച്ചിരി വിറകെടുത്ത് വെക്കണം. നമ്മുടെ അലക്കുകല്ല് അപ്പുറത്താണ്. നമ്മൾ വെള്ളം പിടിച്ച് അവിടെ കൊണ്ട് വെച്ച് വേണം കേട്ടോ അലക്കാൻ. അലക്കിയിട്ടും കൂടെ വരാട്ടവേ. നീ ഇങ്ങനെ ഇത്രയും നടന്ന് ഇവിടെ വരണം നമ്മുടെ അലക്കുകല്ലിൻ്റെ അവിടെ. അല്ല, നമ്മുടെ അലക്കുകല്ല് തുണിയെല്ലാം അലക്കി കഴിഞ്ഞു. ഇനി അത് വിരിക്കുകയും കൂടെ ചെയ്യണം. വിരിക്കുകയും കൂടെ ചെയ്യട്ടെ. കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ബിസ്ക്കറ്റ് തിന്നുവാണോ? ടാറ്റ വെച്ചേ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.